ഈശോ മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം പഴയ നിയമത്തിലെ നിയമങ്ങളെ ഈശോ പുതിയൊരു തലത്തിലേക്ക് ഉയർത്തുകയാണ്. വ്യഭിചാരം ചെയ്യരുത് എന്ന കൽപ്പന നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഈശോ പറയുന്നത് പാപം എന്നത് കേവലം ഒരു ശാരീരിക പ്രവൃത്തി മാത്രമല്ല, അത് ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഒന്നാണ്. നമ്മുടെ ചിന്തകളെയും നോട്ടങ്ങളെയും വിശദീകരിക്കുവാനാണ് ക്രിസ്തു നമ്മോട് ആവശ്യപ്പെടുന്നത്. ഒരു സ്ത്രീയെ തെറ്റായി നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. ഈ വചനം കേൾക്കുമ്പോൾ നമുക്ക് പ്രയാസം തോന്നാം. നോട്ടം എങ്ങനെ പാപമാകും? നോട്ടം പാപമല്ല, പക്ഷേ തെറ്റായ രീതിയിലുള്ള നോട്ടം പാപമാണ്. നമ്മുടെ കണ്ണുകൾ ആത്മാവിൻ്റെ ജനാലകളാണ്. ആ ജനാലകളിലൂടെ നാം എന്ത് അകത്തേക്ക് എടുക്കുന്നുവോ അത് നമ്മുടെ ആത്മാവിനെ സ്വാധീനിക്കും. ലോകം ഇന്ന് ശരീരത്തെ ഒരു ഉപഭോഗ വസ്തുവായി കാണാൻ പഠിപ്പിക്കുമ്പോൾ ക്രിസ്തു പഠിപ്പിക്കുന്നത് വ്യക്തിയെ ദൈവത്തിൻ്റെ പ്രതിരൂപമായി കാണാനാണ്. നമ്മുടെ നോട്ടത്തിൽ ബഹുമാനവും വിശുദ്ധിയും ഉണ്ടാകണം. പണ്ട് മരുഭൂമിയിലെ ഒരു പുണ്യവാൻ തൻ്റെ ശിഷ്യനോട് പറഞ്ഞു, മകനെ, പ്രലോഭനങ്ങൾ വരുന്നത് തടയാൻ നിനക്ക് കഴിയില്ല, പക്ഷേ അവയെ നിന്റെ ഉള്ളിൽ വാഴിക്കാൻ അനുവദിക്കാതിരിക്കാൻ നിനക്ക് കഴിയും. ഇതുകേട്ട ശിഷ്യൻ ചോദിച്ചു, ഗുരു, അതെങ്ങനെ സാധിക്കും? ഗുരു അവനെ ഒരു പാടത്തേക്ക് കൊണ്ടുപോയി. അവിടെ ആകാശം നിറയെ പക്ഷികൾ പറക്കുന്നുണ്ടായിരുന്നു. ഗുരു പറഞ്ഞു, മകനെ, നിന്റെ തലയ്ക്ക് മുകളിലൂടെ പക്ഷികൾ പറക്കുന്നത് തടയാൻ നിനക്ക് കഴിയുകയില്ല, എന്നാൽ നിന്റെ തലയിൽ അവ കൂടുകൂട്ടുന്നത് തടയാൻ നിനക്ക് കഴിയും. നമ്മുടെ ചിന്തകളും ഇതുപോലെയാണ്. മോശമായ ചിന്തകൾ ഒരുപക്ഷെ കാറ്റുപോലെ കടന്നു വന്നേക്കാം. അത് നമ്മുടെ തെറ്റല്ല. എന്നാൽ ആ ചിന്തയിൽ തന്നെ രസിച്ചു നിൽക്കുമ്പോഴും അതിനെ വളരാൻ അനുവദിക്കുമ്പോഴുമാണ് അത് പാപമായി മാറുന്നത്. നമ്മുടെ ഹൃദയത്തിൽ അശുദ്ധിക്ക് കൂടുകെട്ടാൻ നാം സമ്മതം നൽകരുത്. ഈശോ പറയുന്നു, നിന്റെ വലത് കണ്ണ് നിനക്ക് തടസ്സമായാൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. ഈശോ ഇവിടെ അക്ഷരാർത്ഥത്തിൽ കണ്ണെടുത്ത് കളയുവാനല്ല, മറിച്ച് പാപസാഹചര്യങ്ങളെ മുറിച്ച് മാറ്റപ്പെടുവാനുള്ള ഒരു തീവ്രമായ ആഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു പ്രത്യേക സുഹൃബന്ധം നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നുണ്ടോ എങ്കിൽ അത് മുറിച്ച് കളയുക. സോഷ്യൽ മീഡിയ നിങ്ങളെ അശുദ്ധിയിലേക്ക് നയിക്കുന്നുണ്ടോ? അത് ഇല്ലാതാക്കുക. സ്വർഗരാജ്യത്തിന് തടസ്സമാകുന്ന എന്തിനേയും ഉപേക്ഷിക്കുവാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ടായിരിക്കണം. പ്രിയമുള്ളവരെ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നമ്മുടെ ഹൃദയത്തെയും ചിന്തകളെയും ദൈവത്തിന് സമർപ്പിക്കാം. നമ്മുടെ കണ്ണുകൾ വിശുദ്ധിയുള്ളതാക്കുവാനും ചിന്തകൾ നിർമ്മലമാക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് തേടാം. ഈ നോമ്പുകാലത്ത് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, എൻ്റെ ഹൃദയത്തെ അങ്ങേ തിരുഹൃദയം പോലെ നിർമ്മലമാക്കണമേ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.